കഴിഞ്ഞ വീഡിയോസിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ ഇത്. ഷെജിയും ഷിഫിയും വന്ന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു. പഠിക്കുന്നതിനിടയിൽ ആ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്താൽ ഞാൻ തന്നെ ആ ഒരു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈമിലൊന്നും ഫോൺ എടുക്കാത്തതും വീഡിയോസ് എടുക്കാത്തതൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരൊരു ഭാഗത്താക്കിയിട്ട് അവരത് കഴിഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിലൊന്നും ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഫുള്ളൊന്നും മെഷീനിൽ ഇടുന്നൊന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ കല്ലിലാണ് കേട്ടോ അലക്കാറുള്ളത്. കാരണം ഫുള്ളൊന്നും അടിവസ്ത്രങ്ങളൊന്നും ഞാൻ അധികം മെഷീനിൽ ഇടാറില്ല കേട്ടോ. അതൊക്കെ ഞാൻ കല്ലിലാണ് അലക്കാറുള്ളത്. പിന്നെ ഇവരൊക്കെ 3-4 കൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മെഷീനിൽ ഇടാറുള്ളൂ കേട്ടോ. ഓവർലോഡ് ആണെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അധികം കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കാറുള്ളത്. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ തുണികളൊക്കെ മെഷീനിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ കൊടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇതിൽ പണിക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂൾക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ചുറ്റുപാത്രങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ചായ വെച്ചിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഈ ഒരു ടൈമിൽ മോറാറുള്ളത് കേട്ടോ. നമ്മളിവിടെ പാത്രം കഴുകാന്ന് മോറാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മോറുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയണ്ട. ഇതൊരു 8-8:30 ആയപ്പോഴുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ കിടക്കാൻ നേരത്ത് ഇതിലും കുറച്ച് ലോഡും കൂടെ ഉണ്ടാവും. കാരണം നമ്മുടെ എല്ലാം ഒഴിച്ച് മോറി വെക്കണമല്ലോ, കറിയും ചോറും അതെല്ലാം. പിന്നെ നമ്മൾ ഫുഡ് ഒഴിച്ചതും ഉണ്ടാകും. ഇത് കുട്ടികളതും 4 മണിക്കത്തെ ആ ഒരു പാത്രങ്ങൾ മാത്രമാണ്. പാത്രങ്ങൾ കഴുകുന്നതിന് മുന്നേ ഞാൻ ഈ തിണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. കാരണം നമ്മൾ കഴുകി വെക്കുന്ന പാത്രങ്ങൾ ജസ്റ്റ് അതിലൊക്കെ വെക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടെ തുടച്ചിട്ടാണ് പിന്നെയാണ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ പണികളെല്ലാം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചിരുന്നതുകൊണ്ടാണ് ഇതൊക്കെ വൈകിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു പണിയൊക്കെ ചെയ്യാറുള്ളത്. അതിൽ വെറുപ്പ് പിടിച്ച കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് ഈ ഒരു പാത്രം കഴുകുക, ക്ലീനിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു ഫുഡ് ഉണ്ടാക്കലും കുക്കിങ്ങൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷേ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത്രയും ഒതുക്കി പെറുക്കി അടുക്കി പെറുക്കി വെക്കുന്ന ആളുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്താ ഇങ്ങനെയെന്നുള്ളത്. അത് നമുക്ക് സ്ഥലത്തിന് കുറച്ച് പരിമിതി ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് നമുക്ക് ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് അടുക്കളൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് വെക്കണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ തീരട്ടെ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. സച്ചുവിന് വാദിക്കും എഴുതാനുള്ളതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പോൾ കുറച്ച് പുതിയ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഫാദിക്കുട്ടിക്ക് പൊതിഞ്ഞേ മതിയാവുള്ളൂ കേട്ടോ. അവനെന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തിൻ്റെ ആളാണ്. അപ്പോൾ സച്ചുവിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കിട്ടിയതെടുത്തിട്ട് അവന് പോകും. പക്ഷേ ഫാദിക്കുട്ടി എന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാം നല്ല വൃത്തിയിലും ക്ലീനിലും ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ പുസ്തകം പൊതിയണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അതിന് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് മറക്കൂട്ടോ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാനത് ഓർക്കുള്ളൂ. അപ്പോൾ മക്കളെ ഇന്നത്തെ എൻ്റെ ഒരു വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടെ ഒരു കമൻറ്റും.